എറണാകുളംകാരുടെ സ്വകാര്യ അഹങ്കാരമായ കടമക്കുടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 18 കിലോമീറ്ററും എടപ്പള്ളി ലുലുവിൻ്റെ അവിടെ നിന്ന് 14 കിലോമീറ്ററും മാത്രം ദൂരെയുള്ള ഒരു കിടിലൻ ഐലൻഡ് സമൂഹമാണ് കടമക്കുടി. കടമക്കുടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒറ്റ സ്ഥലമല്ല, 14 ഐലൻഡ് സമൂഹങ്ങൾ കൂടുന്ന ഒരു സംഭവമാണ് ഈ കടമക്കുടി ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കടമക്കുടിയിലെ നമ്മൾ വലിയ കടമക്കുടി അല്ലെങ്കിൽ ഓപ്പൺ ജിം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടുത്തെ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ട്രിപ്പ് വിത്ത് എംപി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിന്റെ മൊയിലാളിയും അവിടുത്തെ പ്രധാന നടനുമായ മുജീബ് പടിക്കയുണ്ട് കൂടെ. അപ്പോൾ ഇറ്റ്സ് മീ ഷബിൻ ശംസുദ്ദീൻ വിത്ത് ട്രിപ്പ് വിത്ത് എംപി. അപ്പോൾ കടമക്കുടിയുടെ കുറച്ച് കിടിലൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര പെട്ടെന്നല്ലേ ക്ലൈമറ്റ് മാറിയ രാവിലെ ഫുള്ള് കോടയൊക്കെ അടിച്ച് ഇങ്ങനെ കിടന്ന സാധനം ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇവിടുത്തെ സൺസെറ്റാണ് ഇഷ്ടം. നിങ്ങൾക്കോ? എനിക്ക് സൺറൈസ് ഇഷ്ടം. കാരണം സൺറൈസിനാവുമ്പോൾ തിരക്കുണ്ടാവില്ല, ആളില്ല, ക്രൗഡ് വളരെ കുറവായിരിക്കും. അത് ശരിയാട്ടോ, നൈസായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ സൺറൈസ് ആണ് നല്ലത്. പക്ഷെ സൺസെറ്റിന്റെ ഇവിടുത്തെ കളർ, സൺസെറ്റ് ആണ് ഇവിടെ ബ്യൂട്ടി കാണാൻ. സൺസെറ്റ് അടിപൊളിയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെയല്ല. ഞാൻ ഫസ്റ്റ് കടമക്കുടി ഷൂട്ട് ചെയ്ത് 2016 തോന്നുന്നു, ഡ്രോണൊക്കെ വെച്ചിട്ട്. അന്നൊന്നും ഇവിടെ ആളും ഇല്ല. ഇപ്പൊ ഫേമസ് ആക്കി. നമ്മളൊക്കെയാണ് ഉത്തരവാദികള്. കടക്കാർക്ക് കുഴപ്പമില്ല, അപ്പുറമുള്ള നാട്ടുകാർ തെറിയാ. നേരത്തെ ഇവിടെയൊക്കെ നൈസായിട്ട് കയറി നമുക്ക് അപ്പുറത്തൊക്കെ പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. തിരക്ക് കൂടുമ്പോൾ അതിൻ്റെതായ പരിഷ്കാരങ്ങൾ ഓരോ സ്ഥലത്തുണ്ടാവുമല്ലോ. അതായത് പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ലായിരുന്നു, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു. അങ്ങനെ ചെയ്ത് സ്ഥലം നശിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഫുള്ള് റെസ്ട്രിക്ഷൻസ് ആക്കി. കാര്യം ഈ കാണുന്ന പുഴയാണ് ബാക്കിൽ. പുഴയുടെ രണ്ട് സൈഡിൽ പാടങ്ങൾ, പാടത്തിൽ വെള്ളം കയറി കിടക്കുമ്പം അവിടെ കൃഷി, അതാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. പിന്നെ ഈ പുഴയിൽ കൂടെ പോയി മീൻ പിടിക്കുക, ആളുകളൊക്കെ വന്നിട്ട് വേസ്റ്റൊക്കെ വലിച്ചെറിഞ്ഞ്. നാട്ടുകാർക്ക് ഇവിടെ ആൾ വരുന്നത് വലിയ ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഞാനിവിടെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞാൽ. നമുക്ക് കയറി പോകാൻ പറ്റിക്കൊണ്ടിരുന്ന ഓൾമോസ്റ്റ് എല്ലാ വഴികളും അടച്ചിട്ടേക്കുവാണ്. ഒരു വഴി ഇതിൽ കണ്ടിട്ടുണ്ട്, അതിന് അവിടെ ചെല്ലുമ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല. പോകുന്ന വഴിക്കെല്ലാം കവറുകളും കുപ്പികളും എല്ലാം ഉണ്ട് കേട്ടോ. വെൽ ഡൺ ഗൈസ്, വെൽ ഡൺ. ഈ കടമക്കുടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം മാത്രമല്ല കേട്ടോ, കടമക്കുടി ഐലൻഡ്സ് എന്നാണ് ഇതിന് മൊത്തം പറയുന്നത്. മൊത്തം 14 ക്ലസ്റ്റർ ഉണ്ട്. അതായത് വലിയ കടമക്കുടി, ചെറിയ കടമക്കുടി, പിഴല, മൂലമ്പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കണ്ടെയ്നർ റോഡ് വഴിയൊക്കെ വരുമ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഈ കടമക്കുടി ഐലൻഡ്സിൻ്റെ ഭാഗമാണ്. അതിൽ വലിയ കടമക്കുടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ വരാൻ വേണ്ടി കടമക്കുടി എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആകും. കാര്യം പല ലൊക്കേഷൻസ് കാണിക്കും കടമക്കുടി. അപ്പോൾ ഇവിടെ എത്താനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു, കടമക്കുടി ഓപ്പൺ ജിം, അതാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കേണ്ടത്. അല്ലെങ്കിൽ വേറെ ജങ്കാറൊക്കെ കയറി കടത്തുവള്ളമൊക്കെ കയറി പോകേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് ഒരിക്കൽ. പിടല വഴിയൊക്കെ പോകുമ്പോൾ അവിടെയാണ് ചെറിയ കടമക്കുടിയൊക്കെ ഉള്ളത്. ഇതൊന്ന് മനസ്സിൽ വെക്കുക, ഇത് വലിയ കടമക്കുടിയാണ്. അവിടെ അടച്ചേക്കുക, അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇപ്പം ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയൊരു കാര്യം എന്ന് അറിയോ, 6 മാസം ഇവിടെ ഉള്ളവർക്ക് ആർക്ക് വേണേലും മീൻ പിടിക്കാം. പക്ഷേ പിന്നെയുള്ള 6 മാസം ഈ പാടങ്ങളില്ലേ, അത് ലേലത്തിലെടുത്ത ആൾക്കാർക്ക് മാത്രമേ അവിടെ വള്ളം ഇറക്കി മീൻ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാടങ്ങളിലൊന്നും വള്ളം കാണാത്ത. ഈ പുഴകളിൽ കൂടെ മാത്രമേ ഉള്ളൂ വള്ളവും കൊട്ടവഞ്ചിയൊക്കെ നമ്മൾ പോകുന്നത് കാണുന്നത്. അപ്പോൾ ഈ 6 മാസം ലേലത്തിലെടുത്ത ആൾക്കാർ മാത്രമേ അതിൻ്റെ അകത്ത് കാണുള്ളൂ. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞത്, വിഷുവിൻ്റെ സമയമാകുമ്പം ഈ പാടം ഫുള്ള് പറ്റിക്കുമെന്നാണ്. നിങ്ങൾ അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ ഇവിടെ? പാടം പറ്റുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല പറ്റി കിടക്കുന്ന കാഴ്ച. കുറഞ്ഞ പീരീഡിലേക്ക് വെള്ളം വറ്റിച്ചിട്ട് പിന്നെ വെള്ളം കയറ്റി വിടുമായിരിക്കും. കണ്ടിട്ടില്ല, അങ്ങനെ സാധനം കണ്ടിട്ടില്ല. അപ്പോൾ ഈ വിഷുവിൻ്റെ സമയമൊക്കെ ആകുമ്പം ഇവിടെയുള്ള ആളുകൾ മൊത്തം പാടത്തിന് എടുത്തിട്ടില്ലേ, അവരൊന്ന് വെള്ളം പറ്റിച്ച് ഇവിടുന്ന് മീൻ പിടിക്കുമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഐ ഡോണ്ട് നോ, എനിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി വലിയ അറിയില്ല കേട്ടോ, ആധികാരികമായിട്ട് പറയാനും പറ്റത്തില്ല. ഈ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ രാവിലെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ഈ കടമക്കുടിയിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ അടിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ചെറിയ സൂര്യകിരണങ്ങൾ ആ വെള്ളത്തിലോട്ട് പതിക്കുന്ന കാഴ്ച ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. രാവിലെ വരുവാണെങ്കിൽ തിരക്കൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ജോഗ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ വന്നിട്ട് ഒരു കട്ടൻ ചായയൊക്കെ അടിച്ച് ഇങ്ങനെ നൈസായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നിങ്ങൾക്ക് കടമക്കുടിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡാണ്. അതായത് ഇവിടെയൊക്കെ മൊത്തം മീൻകുളങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് ഞണ്ട്, കരിമീൻ, തിലോപ്പിയ അങ്ങനത്തെ മീനുകളെയൊക്കെ പിടിച്ചിട്ട് നല്ല കപ്പയും പൊറോട്ടയും ഒക്കെ കൂട്ടി, ഇവിടെ താറാവൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ടും പോകാം. പിന്നെ ഫേമസ് ആയിട്ടുള്ള കടമക്കുടി ഷാപ്പും ഒക്കെ ഈ ഏരിയയിലുണ്ട് കേട്ടോ. ആക്ച്വലി കടമക്കുടി ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നേ. ഇപ്പോൾ ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആയി. റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തോട്ടും ഒന്ന് കയറി ചെല്ലാൻ പറ്റത്തില്ല, ഫുള്ള് ക്ലോസ്ഡ് ആണ്, ലോക്ക് ചെയ്തൊക്കെ വെച്ചേക്കുവാണ്. അതിനൊക്കെ കാരണം നമ്മളോട് തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിലൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നല്ല വിശക്കുന്നു. ഇനി കടമക്കുടിയുടേതായ കുറച്ച് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്താലോ? എന്നാ വേണ്ടേ? പൊറോട്ട, അപ്പം, ചപ്പാത്തി, കപ്പ, ഞണ്ട്. പൊറോട്ടയും ഞണ്ടും. പക്ഷെ എനിക്ക് താറാവ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ചേച്ചി നല്ല സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ചിലപ്പോൾ ചെമ്മീൻ റെഡിയായി കാണും. കഴിക്കാല്ലേ? താറാവും കൂട്ടി 2 പൊറോട്ട അടിക്കാം. ഓക്കെ, റെഡി? ഫേമസ് ആണ്.
ഇത് വെള്ളം പറ്റുമോ ചേച്ചി? ഇല്ലല്ലോ. ഈ വെള്ളം പറ്റുമോ? ഇനിയിപ്പോ അവര് വെള്ളം പറ്റില്ല. വെള്ളം പറ്റുന്ന സമയമുണ്ട്. വിഷുല്ലേ, വിഷുവിനെ മീൻ പിടുത്തോന്ന് ഫുള്ള് പറ്റും. വിശാല മനുഷ്യക്കായ ചേച്ചി നമ്മളെ ഞണ്ട് കടിക്കാൻ പോവാന്. ജീവനുള്ളോ? ചത്തട്ടൊന്നുമില്ല. കടിക്കൂല ഇത്? പിന്നെ ഇത് കടിക്കൂലോ? കടിക്കും കടിക്കും. അപ്പൊ ഇതിനെങ്ങനെ വൃത്തിയാക്കും? അടിച്ചുകൊല്ലോ? കാലും നോക്കട്ടെ എന്നാക്കുള്ളതെന്ന്. മീൻകറി, ബീഫ്, ബീഫ്. അതൊക്കെ എന്താ? ഞണ്ട്, താറാവ്, ഞണ്ട്, ബീഫ്, തിലോപ്പി കറി, പിന്നെ അവിടെ ചേച്ചിയുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ എന്നാ ടച്ചിങ്സ്? പാലപ്പം വെള്ളയപ്പം ഒന്നല്ലേ? ഓ, പാലപ്പം താറാവേയും കറിക്കണം. മണം ഉണ്ടല്ലോ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് താറാവ്. ചേച്ചി എനിക്ക് 2 വെള്ളയപ്പം. വെള്ളയപ്പത്തിനല്ലേ മധുരമില്ലാത്ത? എന്നാ എനിക്ക് 2 വെള്ളയപ്പം, താറാവ്. അത് കഴിഞ്ഞിട്ട് പറയാം വേറെ വേണമേ. എല്ലാം മേടിച്ച് ഓരോ പ്ലേറ്റ്. ഇപ്പൊ നമ്മള് വെള്ളയപ്പം താറാവ് കറിയും കൂട്ടി കഴിക്കാൻ പോവാണ്. നിങ്ങൾ മീൻകറിയാണോ? മീൻകറി വെള്ളയപ്പം കഴിക്കട്ടെ എന്നാ. രാവിലെ ചേച്ചി ഇത് എത്ര മണി തൊട്ട് എത്ര മണി വരെ അവിടെ? രാത്രി വരെ ഉണ്ട്. രാത്രി ഇതൊക്കെ കിട്ടുമോ? എല്ലാം കിട്ടും. ആ, രാത്രിയിലും ഉണ്ടപ്പോ. രാത്രിയിലും കറിയുണ്ട്. 9 മണി. ചേച്ചിയുടെ പേര്? ചന്ദ്രിക. ഉണ്ടോ ഇതാണ് കേട്ടോ. മാറിപ്പോലെ, ആള് മാറിപ്പോലെ. കാന്താരി ചന്ദ്ര ചേച്ചി കേട്ടോ. ആ, നിന്റെ ആണോ അവിടെ ചെരുപ്പും കളിപ്പാട്ടവും കിടക്കുന്നുണ്ടേ? അതൊക്കെ അവിടെ ഇട്ടിട്ട് വയലും എടുത്തോണ്ട് പോകത്തില്ലേ? രാവിലത്തെ കഴിഞ്ഞോ? വെക്കുന്നേ ഉള്ളൂ. നല്ല ചൂട് അല്ലേ? പടക്കണ തിലോപ്പിയ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഭംഗിക്ക് താറാവ് കറി, പിന്നെ വെള്ളയപ്പം കഴിക്കാം. ഈ പാലപ്പവും വെള്ളയപ്പവും രണ്ടാമെന്നുള്ള അറിയാൻ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതെല്ലാം ഒന്നാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. നല്ല നാടൻ ഹോംലി. നിങ്ങൾ നോർത്ത് നോക്കിയേ, ഒന്നിനും ഏതൊരു സമയമില്ലാതെ ആൾക്കാർ പരക്കം പായുന്ന എറണാകുളം ടൗണിൽ 10-15 കിലോമീറ്റർ ദൂരത്തെ ഇങ്ങനൊരു സ്ഥലമുണ്ട്. എനിക്കൊന്ന് അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഇവിടെ ഉള്ളവർക്കറിയാം. ഈ പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും വലിയ ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും വന്നാൽ ടൗണിൻ്റെ ഒരു ബിസി ലൈഫൊക്കെ കണ്ടിട്ട് അങ്ങ് പോകും. പക്ഷെ ഇങ്ങനെ വന്നിട്ട് പാലപ്പവും താറാവ് കറിയൊക്കെ തിന്ന് ഇങ്ങനൊരു കായത്തീരത്തല്ലേ, കായത്തീരമല്ല, ഒരു പാടത്തിൻ്റെയൊക്കെ തീരത്ത് ഇങ്ങനെ ഇരിക്കാം, മൂടാം. ഞാനിപ്പോ കഴിച്ചിരിക്കാണ് ബീഫ്. ഇഡ്ഡലം കറി നല്ല ഷാപ്പിലെ കറി കേട്ടോ. ഞാൻ ടേസ്റ്റ് എരിവുണ്ട്. കൊള്ളാം. അല്ല വേണ്ട ചേച്ചി, അങ്ങനെ കുറച്ച് കപ്പയ്ക്ക് തന്നാൽ മതി. ഇച്ചിരി ചെമ്മീനും കൊണ്ടുവന്നു. പിന്നെ ചോദിക്കാതെ ചെമ്മീൻ കൊണ്ടുവന്നു ചേച്ചി. ഞാൻ ഭയങ്കര ഡയറ്റിലാണ് കേട്ടോ. പിന്നെ ചീറ്റില്ല. അയ്യോ അത്രയും തരല്ലേ? അതൊന്നും പറ്റൂല. ഇത് അഴുക്കാക്കണ്ട, അതുകൊണ്ടാണ്. നിൽക്കണോ? മതി സുഭാഷ്, മതി. മുട്ടോ ഓടിക്കോ, പോയി പണിയെടുക്കോ. ഞാനുണ്ടോ ഇനിയൊന്നും കൊണ്ടുവരല്ലേ? കൊള്ളാട്ടോ. വിഷം നിൽക്കുമായിരുന്നല്ലോ. കഴിഞ്ഞാ തീർന്ന് കഴിഞ്ഞു. നേരത്തെ വരാൻ മേലായിരുന്നു. മറ്റേ അവന് കൊടുക്കായിരുന്നു. അടുത്തങ്ങ് ഇങ്ങനെ കഴിച്ചില്ല കേട്ടോ. അല്ല, ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഡയറ്റൊക്കെ ഉള്ള ടീമായിരുന്നു. നിങ്ങൾ നശിപ്പിച്ചല്ല. അല്ല, അങ്ങനെ നല്ല പ്രായത്തിൽ നല്ലപോലെ തിന്നേ. വയറ് കാരണേ കാല കിടക്കുന്ന ചെരുപ്പ് പോലും കാണത്തില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഇവിടെ നിന്ന് ഉള്ളതെല്ലാം തിന്നായിരുന്നു. 400 രൂപ ചേച്ചി പൈസ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ വരുമ്പോൾ കൂടുതൽ പൈസ കൊടുത്തോണം അല്ലേ? ഞങ്ങളോട് 400 രൂപ മേടിച്ചു. ഇത് കണ്ടോടനെ വരുമായിരിക്കും അല്ലേ? വരണം, വരാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഓക്കെ, താങ്ക് യു. അത്രയൊക്കെ കടമക്കുടിയുടെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം നിങ്ങളിവിടെ വരാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നശിപ്പിക്കാതൊക്കെ ഇരിക്കുക. ആ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടില്ലേ, ബിയറൊക്കെ കുടിച്ചിട്ട് ബോട്ടിലൊക്കെ പൊട്ടിച്ച് ഇതിൻ്റെ അകത്തൊക്കെ ഇടുക എന്നൊക്കെയുള്ള അങ്ങനത്തെ കലാപരിപാടികളൊക്കെ കാണിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ക്രിയേറ്റേഴ്സിനെ തെരുവേൽപ്പിക്കാതിരിക്കുക. താങ്ക് യു. ഓക്കെ, ബൈ.